കണ്ണൂർ ജില്ലയിലെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന 27 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക തീർത്ഥാടനമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. മലയാള മാസമായ ഇടവത്തിൽ ആചരിക്കുന്ന ഈ പുണ്യോത്സവം ദക്ഷയാഗ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ബാവേലി നദിയുടെ തീരത്ത് നിബിഡവനങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഉത്സവ കാലയളവിൽ മാത്രം തുറന്ന് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. ഇളനീർ വയ്ക്കൽ, രോഹിണി ആരാധന തുടങ്ങിയ ആചാരങ്ങൾ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണങ്ങളാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷം തീർത്ഥാടകർക്ക് ദിവ്യാനുഭവം വർദ്ധിപ്പിക്കുന്നു. സമാനതകളില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധേയമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ആചാരാനുഷ്ഠാനങ്ങളിൽ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടം. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം മലബാറിന്റെ മഹോത്സവം എന്നും അറിയപ്പെടുന്നു. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. 2025 വൈശാഖ മഹോത്സവം ജൂൺ 8 മുതൽ ജൂലൈ 4 വരെയാണ്. ജൂൺ 15 തിരുവോണമാരാധന, 17 ഇളനീർ വയ്പ്, 18 ഇളനീരാട്ടം അഷ്ടമി ആരാധന, 20 രേവതി ആരാധന, 24 രോഹിണി ആരാധന, 26 തിരുവാതിര ചതുശതം, 27 പുണർദം ചതുശതം, 28 ആയില്യം ചതുശതം, 30 മകം കലം വരവ്, ജൂലൈ 3 അത്തം ചതുശതം വാളാട്ടം കലശപൂജ. ജൂലൈ 4 തൃക്കലശാട്ടത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്നു. ഉത്സവത്തിന് വേദിയാകുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിലാണ് സ്ഥിരം ക്ഷേത്രമുള്ളത്. വടക്ക് ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് മാത്രമായി ക്ഷേത്രം നിർമ്മിക്കും. പുണ്യപുരാതനമായ കൊട്ടിയൂരിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ 14 ലോകത്ത് ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി. അവിടെ വച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി പറിച്ചെടുത്തു. തലയറുത്തു. ശിവൻ താണ്ഡവ നൃത്തമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി. ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നതാണ് ഐതിഹ്യം. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവേലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി പുഴയിൽ തന്നെ ചേരും. ബാവേലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറയുണ്ടാക്കുന്നത്. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട്. ഉത്സവകാലത്ത് 34 താൽക്കാലിക ഷെഡുകൾ കെട്ടും. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല, ഒരു ഓലക്കുടയാണുള്ളത്. ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത്. തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ്. മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണ് ഐതിഹ്യം. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാകണം. ഉത്സവത്തിന്റെ ഭാഗമായി 2 ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും. മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. ക്ഷേത്രത്തിലെ മറ്റൊരാകർഷണമാണ് ഓടപ്പൂവ്. ദക്ഷയാഗ ചരിതവുമായി ഇതിന് ബന്ധമുണ്ട്. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കുന്നത് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. രോഹിണി ആരാധനയാണ് ക്ഷേത്രത്തിലെ വിശേഷാൽ ദിവസം.
ത്രിമൂർത്തികളും 30 മുക്കോടി ദേവകളും ഒരുമിച്ച് വാഴുന്നിടമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത് അതീവ ഭാഗ്യമായാണ് കരുതപ്പെടുന്നത്. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്നിടമാണ് മണിത്തറ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിശ്വാസികൾ ഈ ഉത്സവകാലത്ത് കൊട്ടിയൂരിലെത്തുന്നു.